സഭയ്ക്ക് എഴുന്നേൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ അങ്ങയുടെ പാദപ്പെടുത്തിലായിരിക്കാൻ നമ്മുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉയർത്തുവാൻ, യഥാർത്ഥമായി ഹൃദയപൂർവ്വം അപ്പാ പിതാവേ എന്ന് വിളിച്ചപേക്ഷിപ്പാൻ, പ്രാർത്ഥിപ്പാൻ അങ്ങ് തന്ന ഈ വിലയേറിയ അവസരത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞൊരു ആഴ്ചയുടെ കാലം അന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അത്ഭുതകരമായി അതിശയകരമായി നടത്തുകയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ചിന്തയ്ക്കും വിചാരങ്ങൾക്കും അപ്പുറമായി അത്ഭുതകരമായി അതിശയകരമായി അന്ന് ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളെ ധാരാളമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നതിനായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളിപ്പോൾ അങ്ങേ ആരാധിക്കുവാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ അങ്ങേ ആരാധിപ്പാൻ, സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാൻ അങ്ങയുടെ ആത്മാവിനെ അങ്ങ് ഞങ്ങളുടെ മേൽ അങ്ങ് പകരണമേ. ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായി ആത്മീയ ഗീതങ്ങളാലും സ്തുതികളാലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും അങ്ങയുടെ ഹൃദയപ്രകാരമായിരിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളെ ഭരിച്ചു നടത്തണമേ. ഞങ്ങളുടെ കുറവുകളെ, ലംഘനങ്ങളെ നിങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്രിയ പിതാവേ. ആമേൻ. ഇപ്പോൾ 26-ാമത്തെ പാട്ട് പാടാം. 26-ാമത്തെ പാട്ട്.
സാധാരണ ആരാധനക്രമം കീർത്തന പുസ്തകത്തിൽ 1-ാമത്തെ പുറം. സാധാരണ ആരാധനക്രമം വായനാ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. സാധാരണ ആരാധനക്രമം കീർത്തന പുസ്തകത്തിൽ 1-ാമത്തെ പുറം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്ന നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിലുള്ളത്. എൻ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ആയുള്ളവേ, അരിഷ്ട പാപികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരും ആകുന്നുവെന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കായി ഓടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് പകരം മരണത്തിനേൽപ്പിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നിമിത്തം ക്ഷമിക്കണമേ. നിന്റെ ഇഷ്ടത്തെ കുറിച്ചുള്ള സത്യ അറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തൻ്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ആരംഭവാക്യത്തിന് പകരമായി 146-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 146. സങ്കീർത്തനം 146. യഹോവേ സ്തുതിപ്പിൻ, എൻ മനം യഹോവേ സ്തുതിക്ക. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്.
യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന സർവശക്തനായ ദൈവമേ, നിന്റെ ജനങ്ങൾ നീ കൽപ്പിക്കുന്നതിനെ പ്രിയപ്പെടുകയും നീ വാഗ്ദത്തം ചെയ്യുന്നതിനെ ആഗ്രഹിക്കുകയും ചെയ്ത് അങ്ങനെ ഇഹത്തിലെ അനേകം മാറ്റങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സത്യസന്തോഷം കണ്ടെത്തുന്നയിടത്ത് സ്ഥിരമായി ഉറയ്ക്കുന്നതിനായി കൃപ അരുളണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസരം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു നിമിത്തം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സഭയ്ക്കിരുന്ന് ഇന്നത്തേക്കായിട്ടുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഈസ്റ്ററിൻ്റെ 5-ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാമത്തെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരിഞ്ഞുകൊണ്ട് അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നടന്ന പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്,
പ്രൊക്കോസ്, നിക്കോബർ, തിമോൻ, പലിമോനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോളോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിശുമാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീർന്നു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. നിബർനത്തിൽ എന്ന് പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്യ, ആസ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. ഒന്നാമത്തെ വേദഭാഗം വായിച്ചു തീർന്നു. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വേദഭാഗം വിശുദ്ധ അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ടും നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടിച്ച കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ലേഖന വേദഭാഗം വായിച്ചു തീർന്നു. സഭയ്ക്ക് എണീറ്റ് ഹല്ലേലൂയ പാടാം. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നിനക്ക് മാത്രം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ
വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുകയും ഞാൻ ചെയ്തു തരും. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു തീർന്നു. ക്രിസ്തുവേ നിനക്ക് സ്തോത്രം. വേദഭാഗങ്ങൾ വായിച്ചു കേട്ട നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെ ഭൂമിയെയും ശിശുവിനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആയവൻ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിക്കപ്പെട്ട് കന്യകമറിയിൽ ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടമനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തീയ സഭയിൽ പാപമോചനവും ശരീരത്തിന്റെ പുനരുത്ഥാനം നിത്യജീവനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയിരുന്ന് 311 പാട്ട് പാടും. വിത്തന പുസ്തകത്തിൽ 311 പാട്ട്.
പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമായ ക്രിസ്തു യേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. പെന്തക്കോസ്തിൻ്റെ ഈസ്റ്ററിൻ്റെ 4-ാം ഞായറായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നേരത്തെ നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളിത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അല്പനേരം അങ്ങയുടെ പാദപ്പെടുത്തിലായിരിക്കാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, യഥാർത്ഥമായിട്ട് ഹൃദയപൂർവ്വം അങ്ങേ വിളിച്ചപേക്ഷിപ്പാൻ, പ്രാർത്ഥിപ്പാൻ അങ്ങ് തന്ന ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളിപ്പോൾ അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാനായി, ധ്യാനിക്കുവാനായി ഇവിടെ ആയിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായിട്ട് തന്നിരിക്കുന്ന ഈ തിരുവചനത്തിനായിട്ട് സ്തുതിക്കുന്നു. ദൈവം ഈ വചനങ്ങളുടെ മർമ്മങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ അങ്ങയുടെ ആത്മാവിനെ അങ്ങ് ഞങ്ങളുടെ മേലങ്ങ് പകരണമേ. വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയനെയും അങ്ങയുടെ ആത്മാവിൽ നിറച്ച് അങ്ങ് വഴി നടത്തണമേ. വചനം കേട്ട് 30, 60, 100 മേനി ഫലം കൊടുപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പ്രിയ പിതാവേ. ആമേൻ. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ധ്യാന ഭാഗത്തിൻ്റെ ഹെഡിങ് നോക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു പിതാവിങ്കിലേക്കുള്ള പാത എന്നുള്ളതാണ്. യേശു പിതാവിങ്കിലേക്കുള്ള പാത. നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്
നാം പ്രത്യാശയോടുകൂടെ ആയിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം എന്ന് കർത്താവ് ഈ വാക്യത്തിന് ശേഷമുള്ള ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നു. നാം കലങ്ങിപ്പോകാതെ, ദുഃഖിക്കാതെ പ്രത്യാശയോടുകൂടെ ആയിരിക്കുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം കർത്താവ് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ ദുഃഖത്തിന്റെ, നിരാശയുടെ അവസ്ഥകളാകാം. ഇന്നത്തെ ചുറ്റുപാടുകൾ പലപ്പോഴും കഷ്ടത നിറഞ്ഞ, വേദന നിറഞ്ഞതാകാം. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്നുള്ളതാണ്. നിങ്ങൾ ആകുലപ്പെടരുത്, നിങ്ങൾ വ്യാകുലതയിലാകരുതെന്ന് കർത്താവ് പറയുകയാണ്. കാരണം കർത്താവ് വീണ്ടും വരികയാണ്. തന്റെ മക്കളെ ചേർക്കുവാനായിട്ട് കർത്താവ് വീണ്ടും വരുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് അവന്റെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കലങ്ങരുത് എന്നിവിടെ കർത്താവ് പറയുകയാണ്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാം ഒന്നിനെക്കുറിച്ചും കലങ്ങേണ്ട കാര്യമില്ല. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അവൻ നമുക്ക് വാസസ്ഥലങ്ങൾ ഒരുക്കുന്നു എന്ന് നമ്മുടെ ധ്യാനഭാഗത്ത് പറയുന്നു. ഭൂമിയും സ്വർഗവും പിതാവിന്റെ ഭവനത്തിലെ വാസസ്ഥലങ്ങളാണ്. ദൈവം എവിടെയായിരിക്കുന്നുവോ അതാണ് അവന്റെ ഭവനം. ദൈവം എവിടെയാണോ അതാണ് അവന്റെ ഭവനം. ദൈവത്തോടൊപ്പം ആയിരിക്കുന്നവൻ അവന്റെ ഭവനത്തിലാണ്. 1 കൊരിന്ത്യർ 3:10 വായിക്കുമ്പോൾ നമുക്കത് കാണാം. ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവൻ അവന്റെ ഭവനത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിലും ഭൂമിയിലും പിതാവിന് ഭവനം ഉണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും പിതാവിന് ഭവനത്തിന് വാസസ്ഥലങ്ങളുണ്ട്. ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ദൈവത്തോടൊപ്പം ആയിരിക്കുന്നവൻ അവന്റെ ഭവനത്തിലാണ്, അവന്റെ വാസസ്ഥലത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തു ആരിലെല്ലാം വസിക്കുന്നുവോ അവരാണ് വാസസ്ഥലങ്ങൾ. ക്രിസ്തു ആരിലെല്ലാം വസിക്കുന്നുവോ അവർ അവരുടെ വാസസ്ഥലങ്ങളാണ്. ക്രിസ്തുവിന് വസിക്കുവാൻ തക്കവണ്ണം നാം നമ്മുടെ ഹൃദയങ്ങളെ നൽകേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിന്റെ വാസസ്ഥലങ്ങളായി നമ്മുടെ ഹൃദയം രൂപപ്പെടണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നുണ്ടോ? നമ്മുടെ ജീവിത അനുഭവങ്ങൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിന്റെ വാസസ്ഥലങ്ങളായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. ദൈവം എവിടെയായിരിക്കുന്നുവോ അതാണ് സ്വർഗം. ദൈവം എവിടെയുണ്ടോ അതാണ് സ്വർഗം. കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, കർത്താവ് നമ്മോട് കൂടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നാം കർത്താവിനോട് കൂടെ കർത്താവിലായിരിക്കുമ്പോൾ അത് സ്വർഗത്തിന്റെ അനുഭവം നൽകുന്നതാണ്. എവിടെയായിരുന്നാലും നാം കർത്താവിനോട് കൂടെ ആയിരിക്കുന്നുവെങ്കിൽ അത് സ്വർഗീയ സന്തോഷം നൽകുന്ന, സ്വർഗീയമായ അനുഭവം നൽകുന്ന അവസ്ഥയാണ്. അപ്പോ നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നാം ക്രിസ്തുവിലായിട്ട് തീരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിന്റെ വാസസ്ഥലങ്ങളായിട്ട് തീരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ധ്യാനഭാഗത്ത് പറയുന്നു, കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിപ്പിനെന്നാണ്. എന്നിൽ വിശ്വസിപ്പിൻ. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു നമ്മോടൊപ്പമുണ്ട്. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് നമ്മോടൊപ്പമുണ്ട്. എന്നാൽ നാം അവനെ അനുഭവേദ്യമാകണമെങ്കിൽ, അവനെ യഥാർത്ഥമായിട്ട് നാം തിരിച്ചറിയണമെങ്കിൽ അവനിൽ നാം വിശ്വസിക്കണം, അവനെ നാം സ്നേഹിക്കണം. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ
നാം അത് ശരിയായിട്ട് വിശ്വാസത്താലാണ് തിരിച്ചറിയുന്നത്. വിശ്വാസത്താൽ അവന്റെ സാന്നിധ്യം നാം അറിയുന്നു. നാം വിശ്വാസത്താൽ കർത്താവിനെ കാണുന്നുണ്ടോ? നാം കർത്താവിനെ തിരിച്ചറിയുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനടുത്തിൽ എത്തുന്നില്ല എന്നാണ്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. ക്രിസ്തു മുഖാന്തരം ഒരുവൻ പിതാവിന്റെ സന്നിധിയിൽ എത്തുകയാണ്. ക്രിസ്തുവിലൂടെ ഒരുവൻ പിതാവിനെ സ്വന്തമാക്കുകയാണ്. പിതാവിനെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ സത്യവും ജീവനും സ്വന്തമാക്കുക എന്നാണ്. അതെ, പിതാവിലായിത്തീരുക അല്ലെങ്കിൽ ക്രിസ്തുവിലായിത്തീരുക എന്ന് പറയുമ്പോൾ സത്യവും ജീവനും സ്വന്തമാക്കുന്ന അനുഭവമായിട്ട് ഇവിടെ തിരുവചനം പറയുകയാണ്. ദൈവത്തെ കാണാനുള്ള അടങ്ങാത്ത ദാഹം ഇവിടെ ശിഷ്യന്മാരിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ കാണുവാനുള്ള അടങ്ങാത്ത ദാഹം. പിതാവ് ഞങ്ങൾ കാണിച്ചു തരണം എന്ന് പറയുകയാണ്. ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെടുന്നു, പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. കർത്താവ് പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുകയാണ്. ഞാനും പിതാവും ഒന്നാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പിതാവിനെ കാണിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾ പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെയെന്ന് കർത്താവ് ചോദിക്കുകയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുകയാണ്. ഞാനും പിതാവും ഒന്നാകുന്നു. അതെ അതെ, ക്രിസ്തുവിലൂടെ ദൈവത്തെ നാം കാണുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. പൂർണ്ണമായിട്ട് ദൈവത്തെ ആർക്കും അറിയില്ല. പഴയ നിയമകാലത്ത് നോക്കുമ്പോൾ ദൈവം വെളിപ്പെട്ടു, ദൈവ സാന്നിധ്യം ജനം തിരിച്ചറിഞ്ഞുവെങ്കിലും പൂർണ്ണമായിട്ട് ദൈവത്തെ ആർക്കും അറിയാമായിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിലൂടെ ദൈവം പൂർണ്ണമായിട്ട് വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവം എന്താണെന്നുള്ളത്, ദൈവത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്, ദൈവത്തിന്റെ ഭാവം എന്താണെന്നുള്ളത് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇനിയൊരു വെളിപ്പെടുത്തലില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിലൂടെ ദൈവം പൂർണ്ണമായിട്ട് വെളിപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായ വെളിപ്പാട് ക്രിസ്തുവിലൂടെ നാം മനസ്സിലാക്കുന്നു. ഇനിയൊരു വെളിപ്പെടുത്തലില്ല. ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടത് ആവശ്യം. ശിഷ്യന്മാർ പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനോട് കൂടെ നടന്ന, ക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷികളായ, ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകൾ കേട്ട, വചനങ്ങൾ കേട്ട ശിഷ്യന്മാർ പോലും പലപ്പോഴും വിശ്വാസത്തിന് അകന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് നാം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് അത് പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിപ്പിൻ എന്നാണ്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് കർത്താവ് ഇവിടെ പറയുകയാണ്. ആദിമസഭ നാം നോക്കാമെങ്കിൽ ആദിമസഭ വിശ്വാസത്തിൽ എന്തുമാത്രം ശക്തമായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നാം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുമ്പോൾ ആദിമസഭ എന്തുമാത്രം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, വചനത്തിൽ ശക്തിപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പെന്തക്കോസ്തിന് ശേഷമുള്ള ആദിമസഭയുടെ വളർച്ച ശക്തമായിരുന്നു. അവർക്ക് വളർച്ചയ്ക്കുള്ള കാരണങ്ങളുണ്ട്. ആദിമസഭ എന്തുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, വചനത്തിൽ ശക്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് കാരണങ്ങളുണ്ട്. നമ്മുടെ ഒന്നാമത്തെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നാണ്. വചനം അവർ കേട്ടനുസരിച്ചു. അതാണ് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണം. ആദിമസഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണം അവർ വചനം കേട്ടു, വചനം അനുസരിച്ചു എന്നുള്ളതാണ്. ഏത് സഭയാണോ വചനം പഠിക്കുന്നത്, വചനം കേട്ട് അനുസരിക്കുന്നത്, ആ സഭ ആത്മീയമായിട്ട് വളരുകയാണ്. കേട്ട് അനുസരിക്കണം, വചനം കേട്ട് അനുസരിക്കണം. വചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല. ഇന്ന് വചനം കേൾക്കാൻ ധാരാളം ഉറവിടങ്ങളുണ്ട്.
ധാരാളം സോഴ്സ് ഉണ്ട്. പക്ഷേ വചനം കേട്ട് അനുസരിക്കണം. വചനം കേൾക്കുക മാത്രമല്ല, അനുസരിക്കുകയും ചെയ്യണം. ആദിമ സഭയിലെ വിശ്വാസികളെ നോക്കാമെങ്കിൽ അവർ വചനം ശ്രദ്ധയോടെ കേട്ടു, വാഞ്ചയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ വചനം കേട്ടു. വചനം കേട്ട് വചനം അവർ അനുസരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവരുടെ വളർച്ചയ്ക്ക് ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ അവർ കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ ആദിമ സഭയുടെ വളർച്ചയ്ക്ക് കാരണം, അല്ലെങ്കിൽ ആദിമ സഭയിലെ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള രണ്ടാമത്തെ കാരണം, അവർ കൂട്ടായ്മ ആചരിച്ചു, ദൈവത്തോടും സഹമനുഷ്യരോടും. അതെ, അവർ ദൈവത്തോടും സഹമനുഷ്യരോടും കൂട്ടായ്മ ആചരിച്ചു. ഇന്ന് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ സഹമനുഷ്യരോട് കൂട്ടായ്മയില്ല. സഹമനുഷ്യരോട് വലിയ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ദൈവത്തോട് കൂട്ടായ്മയില്ല. അത് രണ്ടും ആപത്താണ്. ദൈവത്തോടും സഹമനുഷ്യരോടും ഒരുപോലെ കൂട്ടായ്മ ഉണ്ടാകണം. ആദിമ സഭയിലെ ജനത്തെ നോക്കാമെങ്കിൽ അവർ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അവർ ജീവിച്ചു. സഹമനുഷ്യരുടെ ബന്ധത്തിലും അവർ നല്ല മക്കളായിട്ട് ജീവിച്ചു എന്നുള്ളതാണ്. തങ്ങൾക്കുള്ളത് അവർ സ്വയം പങ്കിട്ടു. അവർ ദാനം ചെയ്യുന്നവരായിരുന്നു. തങ്ങൾക്കുള്ളതൊന്നും സ്വന്തമെന്ന് അവർ കരുതിയില്ല. അവർ തങ്ങൾക്കുള്ളതൊക്കെയും പങ്കിട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ അവരുടെ ആദിമ സഭയുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള രണ്ടാമത്തെ കാരണം, അവർ കൂട്ടായ്മ ആചരിച്ചു. ദൈവത്തോടും സഹമനുഷ്യരോടും നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു ബന്ധം, വ്യക്തിപരമായ ബന്ധം ആദിമ സഭയിലെ വിശ്വാസികൾക്കുണ്ടായിരുന്നു. നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ? ദൈവത്തോട് ശരിയായ കൂട്ടായ്മ ഉണ്ടോ നമുക്ക്? ഓരോ ദിവസവും എത്രമാത്രം നാം ദൈവത്തോട് ഇടപെടുന്നു, വചനത്തിലൂടെ ദൈവത്തോട് സംസാരിക്കുന്നു, എത്രമാത്രം നാം ദൈവത്തോട് പറ്റിയിരിക്കുന്നു? സഹമനുഷ്യരുടെ ബന്ധത്തിൽ എങ്ങനെ നിഷ്കളങ്കമായ, നിസ്വാർത്ഥമായ സ്നേഹം നമുക്കുണ്ടോ? സഹമനുഷ്യരുടെ ബന്ധത്തിൽ എങ്ങനെ? അപ്പോൾ അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് പ്രധാനമാണ്. മൂന്നാമതായിട്ട് നോക്കാമെങ്കിൽ അവർ അപ്പം നുറുക്കി എന്നാണ്. അവർ ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും അംശികളായി തീർന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും അംശികളായി തീർന്ന് അവർ പാപമോചനവും നിത്യജീവനും അവർ പ്രാപിച്ചു എന്നുള്ളതാണ്. വീണ്ടെടുപ്പ് പ്രാപിച്ചു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും അംശികളായി തീർന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നു, അവനെ രുചിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നോക്കാമെങ്കിൽ അവർ പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥന നമ്മുടെ ആത്മാവിന്റെ ജീവശ്വാസമാണ്. പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ നാം ആത്മീയമായിട്ട് മരിക്കുകയാണ്. ശ്വാസമില്ല എന്ന് പറയുമ്പോൾ അത് ജീവനില്ലാത്ത ദേഹിയാണ്. ശ്വാസം നഷ്ടപ്പെടുമ്പോൾ പിന്നെ ആ ശരീരം ജീവനില്ലാത്ത ദേഹിയാണ്, ജീവനില്ലാത്ത ശരീരമാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിന്റെ ജീവശ്വാസമാണ് പ്രാർത്ഥന. പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ ആത്മീയമായിട്ട് നാം മരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന ഏറ്റവും ശക്തമായിരുന്നു. ഇടവിടാതെ അവർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ആദിമസഭയിലെ ജനം, അല്ലെങ്കിൽ ആദിമസഭയിലെ മക്കൾ, വിശ്വാസികൾ ഇടവിടാതെ പ്രാർത്ഥിച്ചു. അവരെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് നോക്കാമെങ്കിൽ അവർ ഒരുമിച്ചിരുന്നു. അവരുടെ ഐക്യത നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവർ പരസ്പരം കൈക്കൊണ്ടു. അവിടെ ഇടയിൽ ഐക്യത ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ, ഐക്യത ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമാണ് ഐക്യത, ഒരുമിച്ച് കൂടി വരുന്ന അനുഭവം. അത് ആത്മീയ വർധനയ്ക്ക് അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാണ്. അവസാനമായിട്ട് പറയാമെങ്കിൽ അവർ പങ്കിട്ടു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തങ്ങൾക്കുള്ളതൊക്കെയും അവർ പരസ്പരം പങ്കിട്ടു. ഉള്ളവൻ ഇല്ലാത്തവന് നൽകി എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവർ ദൈവത്തെ സ്തുതിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആത്മീയമായിട്ട് അവർ വളർന്നു എന്നുള്ളതാണ്. വളർച്ചയോടൊപ്പം തന്നെ പ്രശ്നങ്ങളും വളരും എന്നുള്ളതാണ്. അതെ, വളർച്ചയോടൊപ്പം തന്നെ പ്രശ്നങ്ങളും വളരും. അന്നും ഇന്നും എവിടെയാണോ വളർച്ചയുള്ളത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജനത്തിന്റെ ഇടയിൽ വിവിധങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെറുവെറുപ്പിന്റെ അനുഭവം കാണുവാനായിട്ട് സാധിക്കും. ഇന്നും സഭയിൽ പലതരത്തിലുള്ള വേർതിരിവുകൾ പലപ്പോഴും നമുക്ക് കാണാം. വെറുവെറുപ്പിന്റെ അനുഭവങ്ങൾ, ഭിന്നതയുടെ അനുഭവങ്ങൾ പലപ്പോഴും പല സഭയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
പ്രശ്നം പരിഹരിക്കുന്നവരാകണം. പ്രശ്നങ്ങളെ തീർക്കുന്നവരായിട്ട് നാം തീരുകയാണ്. പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. പ്രശ്നങ്ങളെ തീർക്കുകയാണ് നമ്മുടെ കടമ. പ്രശ്നം ഉണ്ടാക്കുകയല്ല, ഉള്ള പ്രശ്നത്തെ പിന്നെയും വർദ്ധിപ്പിക്കുകയല്ല. പ്രശ്നങ്ങളെ തീർക്കുന്നവരായിട്ട് നാം കാണപ്പെടണം. അത് സഭയിലായാലും ഭവനത്തിലായാലും സമൂഹത്തിലായാലും പ്രശ്നങ്ങളെ തീർക്കുന്നവരായി, പരിഹരിക്കുന്നവരായിട്ട് നാം തീരണം. 1 പത്രോസ് 2 മുതൽ 10 വരെ നാം വായിക്കുമ്പോൾ അവിടെ ആത്മാവും ജ്ഞാനവും സാക്ഷ്യമുള്ള മക്കളായിട്ട് നാം തീരുകയാണ്. അതെ, പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ആത്മാവും ജ്ഞാനവും സാക്ഷ്യമുള്ളവരായിട്ട് തീരണം. നമ്മുടെ ജീവിതം മാതൃകയുള്ളതാകണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതാകണം, ജ്ഞാനമുള്ളതാകണം. എങ്കിലേ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ, പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോ ജ്ഞാനവും ആത്മാവും സാക്ഷ്യമുള്ളവരായിട്ട് നാം കാണപ്പെടണം. പ്രത്യേകിച്ച് സഭാ നേതാക്കൾ ആത്മാവും ജ്ഞാനവും സാക്ഷ്യമുള്ളവരായിട്ട് തീരണമെന്ന് തിരുവചനം പറയുകയാണ്. പ്രത്യേകിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചന പരിജ്ഞാനത്തിൽ വളർന്ന് സാക്ഷ്യമുള്ള ജീവിതം, മാതൃകയുള്ള ജീവിതം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് മാതൃകയോടുകൂടെ പ്രശ്നങ്ങളെ ശരിയായിട്ട് പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുക്കണം. പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റവും പ്രധാനം. ക്രിസ്തുവിൽ പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ടാകണം. വിശ്വാസം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ വിശ്വാസം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിശ്വാസം ഇന്ന് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. പണ്ടുണ്ടായിരുന്ന വിശ്വാസം ഇപ്പം ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ആദ്യ വിശ്വാസം നമുക്കുണ്ടോ? പലപ്പോഴും വിശ്വാസം കാലത്തിനനുസരിച്ച് മാറുകയാണോ? പലപ്പോഴും നമ്മുടെ വിശ്വാസം കാലത്തിനനുസരിച്ച് മാറിപ്പോകുന്നു. ആദ്യമുണ്ടായിരുന്ന ഉറച്ച വിശ്വാസം പിന്നെ നഷ്ടപ്പെടുന്ന അനുഭവം. ആദിമ സഭയുടെ അവസ്ഥയും അതുതന്നെയാണ്. അവർ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. വളരെ വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ കാത്തിരുന്നു. കർത്താവിന്റെ വരവ് താമസിക്കും തോറും അവിടെ വിശ്വാസം കുറഞ്ഞു വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ വരവ് താമസിക്കും തോറും അവർ വിശ്വാസത്തിൽ കുറവുള്ളവരായിട്ട് കാണപ്പെട്ടു. അങ്ങനെയല്ല, നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതായിട്ട് കാണപ്പെടേണ്ടത്, സ്ഥിരതയുള്ള വിശ്വാസമായിട്ട് കാണപ്പെടേണ്ടതായിട്ടുണ്ട്. നാം ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരെന്ന ചിന്ത നമുക്ക് വേണം. അതെ, നാം ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരാണ്. അതെ, അവന്റെ മക്കളായിരിക്കുവാൻ, സമൂഹത്തിലെ, സഭയിലെ, കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നാം ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരാണ്. അവന്റെ സാക്ഷികളായിരിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ശുശ്രൂഷകൾക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകാനായിട്ട് പാടില്ല. കർത്താവ് തന്റെ ദാസരായിരിക്കുവാൻ, തന്റെ ശുശ്രൂഷകരായിരിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. നമ്മെ ഓരോ തലങ്ങളിൽ ആക്കി വെച്ചിരിക്കുകയാണ്. സഭയിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. നാം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവരായി, ശരിയായ നേതൃത്വം കൊടുക്കുന്നവരായിട്ട് നാം കാണപ്പെടണം. ആത്മീയമായിട്ട് നാം വളരെയണം. ആദിമ സഭയിൽ നാം ധാരാളം പ്രത്യേകതകൾ നാം കേട്ടു. നാം അനുദിന ആത്മീയമായിട്ട് വളരുന്നവരായിട്ട് കാണപ്പെടണം. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ആവശ്യപ്പെടുന്നത് പോലെ ദൈവത്തിലുള്ള ബന്ധത്തിൽ നാം വളരെയണം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പ്രത്യാശയോടുകൂടെ നമുക്ക് ആയിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്നവരായി, സാക്ഷ്യമുള്ളവരായി, നല്ല നേതൃത്വം നൽകുന്നവരായിട്ട് നമുക്ക് കാണപ്പെടാം. അവന്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം. കർത്താവ് നമുക്ക് ജീവങ്കിലേക്കുള്ള വഴി കാണിച്ചു തന്നിരിക്കുകയാണ്. അതെ, പിതാവിന്റെ അടുക്കൽ എത്തുവാനുള്ള പാത കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവാണ് ആ പാത. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക്
ആ സ്വർഗീയ ഭവനത്തിന്റെ അനുഭവത്തിൽ നമുക്കെത്താം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവിലേക്ക് നമുക്കെത്താം. അതിന് നമുക്ക് ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഹൃദയം കലങ്ങാതെ പ്രത്യാശയോട് കൂടെ ആയിരിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് COVID-19 മൂലം ധാരാളം പേർ ഹൃദയ നുറുക്കത്തിലാണ്. പലരും വേദനയിലും നിരാശയിലും ദുഃഖത്തിലുമാണ്. എന്നാൽ കർത്താവ് അവരോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കർത്താവ് തന്റെ ജനത്തെ കാണുന്നു. ഓരോ വ്യക്തികളെയും ഓരോരുത്തരുടെ അവസ്ഥകളെ കർത്താവ് കാണുകയാണ്. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നിൽ വിശ്വസിപ്പിൻ, ഞാൻ നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും നിറവേറ്റുകയാണ്. ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലങ്ങൾ ഒരുക്കുകയാണ്. നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും നിറവേറ്റുകയാണ്. നിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളെയും നിറവേറ്റുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വാസം അർപ്പിച്ചു ജീവിക്കാം. അതിനായി ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ ഏവരെയും സഹായിച്ചു കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്കിപ്പോൾ 438 പാട്ട് പാടാം. പാട്ട് പാടാം. ദിനം തോറും
ദിനം തോറുമേ കാണേണമേ. നിന്തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. പാപസ്നേഹം പരിത്യജിപ്പാൻ, പാപസ്നേഹം പരിത്യജിപ്പാൻ, പാപനാശനാഥനെ ദിനം തോറുമേ കാണേണമേ. നിന്തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. ദൈവസ്നേഹം പെരുകിടുവാൻ, ദൈവസ്നേഹം പെരുകിടുവാൻ, ദൈവദാനമേകുക ദിനം തോറുമേ കാണേണമേ. നിന്തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. തേജോമയ നാമിൻ ശോഭ, തേജോമയ നാമിൻ ശോഭ, തേജസ്സോടു കാണുക ദിനം തോറുമേ കാണേണമേ. നിന്തിരുമുഖശോഭയെ ദിനം തോറുമേ കാണേണമേ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ നാഥനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. നല്ല നിലമാവുന്ന ഹൃദയത്തിൽ ഞങ്ങൾ വചനങ്ങളെ നിക്ഷേപിപ്പാൻ 30, 60, 100 ഫലം കൊടുപ്പാൻ ദൈവമേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വചനം കേട്ട് വചനം നഷ്ടമാക്കുന്നവരായിട്ടല്ല, വചനം കേട്ട് വചനം അനുസരിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അന്ത്യത്തോളം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും തൃക്കാൻ പാർക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കാച്ചാണി ഗോസ്ബൽ ലൂത്രൻ സഭയിലെ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അങ്ങ് പേര് പേരായി കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവമേ, COVID-19 മൂലം ദേവാലയത്തിൽ വരുവാൻ സാധിക്കാതെ പ്രിയമക്കൾ ഭവനങ്ങളിൽ ആയിരിക്കുന്നുവല്ലോ. ദൈവമേ, ഓരോരുത്തരെയും അങ്ങ് തൃക്കാൻ പാർക്കണമേ. ഓരോ ഉള്ളത്തിലെയും പ്രാർത്ഥനകൾ കൊത്തവണ്ണം, യാചനകൾ കൊത്തവണ്ണം അങ്ങ് പ്രവർത്തിക്കണമേ. ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ആത്മീയമായ നന്മകളാലും ഭൗതികമായ അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലും ഭവനങ്ങളിലും വിവിധ ഇടങ്ങളിലും രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൃക്കാൻ പാർക്കണമേ. പരിശുദ്ധ കർത്താവേ, ആവശ്യമായ രോഗസൗഖ്യം, ആവശ്യമായ വിടുതലങ്ങ് പ്രദാനം ചെയ്യണമേ. മാനസിക പ്രയാസങ്ങളിലായിരിക്കുന്നവരോർക്ക് പ്രാർത്ഥിക്കുന്നു. മാനസിക പ്രയാസങ്ങളിൽ, നിരാശയിലും ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം നോക്കുന്നു. ദൈവം തൃക്കാൻ പാർക്കണമേ. പ്രിയപ്പെട്ടവരെ കടാക്ഷിക്കണമേ.
സകലാകുലതകളും ഭാരങ്ങളും അങ്ങ് നീക്കണമേ. സ്വർഗീയ സമാധാനം, ആശ്വാസം ഓരോ ഉള്ളങ്ങളിലും അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളിലായിരിക്കുന്നവരെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തിക പ്രയാസം അങ്ങ് പൂർണ്ണമായിട്ട് നീക്കണമേ. സമ്പൽ സമൃദ്ധി അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴുള്ള അവസ്ഥകൾക്ക് അങ്ങ് മാറ്റി വരുത്തണമേ എന്ന് യാചിക്കുന്നു. പരിശുദ്ധ കർത്താവേ, വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാർദ്ധക്യ സഹജമായ ക്ഷീണതകൾ, പ്രയാസങ്ങൾ നീക്കണമേ. വാർദ്ധക്യത്തിനും ഫലം കായ്പാൻ അങ്ങയുടെ സാക്ഷികളായി ജീവിപ്പാൻ അങ്ങനെയാക്കണമേ. ദൈവമേ, മുതിർന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ കർത്താവ് ഇഷ്ടമെന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് ഇതുപ്രകാരം ജീവിപ്പാൻ ഓരോ യൗവനക്കാരെ നമ്മൾ സഹായിക്കണം. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുമെന്ന് വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. ദൈവേഷ്ടം ചെയ്യുന്ന മക്കളായി, അങ്ങയോട് പറ്റിച്ചേർന്നിരിക്കുന്ന മക്കളായിട്ട് കാണപ്പെടുവാൻ കർത്താവെ സഹായിക്കണമേ. പരിശുദ്ധ പിതാവെ, വിദ്യാർത്ഥികളെ ഓർക്കും, കൈക്കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങ് തൃക്കൺ പാർക്കണമേ. പഠിക്കുവാനുള്ള നല്ല ബുദ്ധിയും ജ്ഞാനവും കൃപകളും വരങ്ങളും താഴ്ന്നുകളും അങ്ങ് നൽകണമേ. എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെട്ട മക്കളായി വളരുവാൻ, ബുദ്ധിയുവാൻ സഹായിക്കണമേ. ദാനദീപവും പാതക പ്രകാശവുമാകുന്ന വചനം പഠിച്ച് വചനത്തിൽ വേരൂന്നി വളരുവാൻ ഓരോ വിദ്യാർത്ഥികളെയും ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങ് നിറയ്ക്കണമേ. അങ്ങേ അറിയുന്ന, അങ്ങ് സ്നേഹിക്കുന്ന, അങ്ങേ അനുഗമിക്കുന്ന ഒരു പുതിയ തലമുറ ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും രൂപപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധ കർത്താവെ, നമ്മുടെ സന്നിധിയിൽ വന്ന് ഇവിടെ കാണിക്ക് സമർപ്പിച്ച ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാസൂരി കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കും. പരിശുദ്ധ കർത്താവെ, മാസൂരി കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന അനിൽ എസ് സി ദാസ്, സിറിൽ എസ് സി ദാസ്, ക്രിസ്തുദാസ്, റവറൻഡ് ആർ എസ് മനോജ്, ദൈവം എന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗം ദശാംശമായി സമർപ്പിപ്പാൻ പ്രിയ കുടുംബങ്ങളെ ഒരുക്കിയതിനായിട്ട് സ്തുതിക്കുന്നു. കൂടുതലായി ദൈവിക ശുശ്രൂഷകൾക്കായി നൽകുവാനുള്ള പ്രാപ്തിയും സമൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും ഉയർച്ചയും നൽകണം. വിശേഷാൽ കാണിക്ക് നൽകിയിരിക്കുന്ന ശേഖരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയ മകനെ തൃക്കൻ പാർക്കണം. പ്രിയമന്റെ അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണം. ജീവിതത്തിൽ ഉയർച്ച പ്രാപിപ്പാൻ, നന്മ അനുഭവിപ്പാൻ ദൈവം സഹായിക്കണം. ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ വിവിധങ്ങളായ കാണിക്കൽ സമർപ്പിച്ച ഓരോരുത്തരെയും ഈ സമയം ഓർക്കും. തൃക്കൻ പാർക്കണം. നൽകിയ കരങ്ങളെ അനുഗ്രഹിക്കണം. ഈ കാണിക്കകളെ സ്വീകരിക്കണം, അനുഗ്രഹിക്കണം. ദൈവമേ, ഈ ആയുഷ്യ ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കി നൽകണം. ദൈവമേ, ഞങ്ങളുടെ കാച്ചാണി ഗോസ്ബൽ ലൂതറൻ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഒരു സഭ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ സഭ ആത്മീകമായും ഭൗതികമായും വളർന്ന് പന്തലിപ്പാൻ തക്കവണ്ണം നമ്മൾ ഇടയാക്കണം. ദൈവമേ, ഈ ദേശവാസികൾക്ക് ഈ സഭ ഒരു അനുഗ്രഹമായി, ക്രിസ്തുവിലേക്കുള്ള ഒരു വാതിലായി ഈ സഭ കാണപ്പെടുവാൻ ഇടയാക്കണം. ദൈവമേ, ഞങ്ങളുടെ ആലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സാമ്പത്തികമായ ഉറവിടങ്ങൾ അങ്ങ് തുറക്കണം. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയം ഞങ്ങളിവിടെ നിർമ്മിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധ കർത്താവേ, കൊറോണ വൈറസ് മൂലം കഷ്ടത അനുഭവിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ദൈവമേ, കൊറോണ രോഗം മൂലം ലോകത്ത് ധാരാളം പേർ കഷ്ടത അനുഭവിക്കുന്നുവല്ലോ. കൊറോണ ബാധിച്ച് ധാരാളം പേർ മരണമടഞ്ഞിരിക്കുന്നുവല്ലോ. കർത്താവെ, ഉറ്റവരെ നഷ്ടപ്പെട്ട് വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന ഓരോരുത്തരും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലായിരിക്കുന്ന ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്ന ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകണം. വചനത്തിലൂടെ അങ്ങ് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, COVID-19 ബാധിച്ചിരിക്കുന്ന രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ശരിയായ ചികിത്സ ലഭിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. പൂർണ്ണമായി വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കണം. ദൈവമേ, രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റാരോഗ്യ പ്രവർത്തകരെയും ഈ സമയം ഓർക്കും. മറ്റുള്ള
സന്നദ്ധ പ്രവർത്തകരെ ഞങ്ങൾ ഈ സമയം ഓർക്കും. ദൈവമേ, അവരെ നമുക്ക് കൺപാർക്കണം. ശരിയായിട്ട് രോഗികളെ പരിചരിപ്പാൻ ശുശ്രൂഷിപ്പാനുള്ള കൃപ നൽകണം. ദൈവമേ, ഈ രോഗം, ഈ അവസ്ഥ ഈ ലോകത്തിൽ നിന്ന് നീക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ അവസ്ഥയ്ക്ക് പൂർണ്ണമായ മാറ്റം അങ്ങ് വരുത്തണം. ഈ കഷ്ടത അങ്ങ് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പൂർണ്ണമായ വിടുതൽ, പൂർണ്ണമായ ആശ്വാസം അങ്ങ് പകരണമേ. പരിശുദ്ധ കർത്താവ്, ഈ ആഴ്ച എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമായി അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ പോയി വസിപ്പാനത്തോളം ഞങ്ങൾ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. ഭൂമിയിലുമാകണമേ. ഈ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സകല ദോഷം ഉപയോഗിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. പിതാവേ,